ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025 തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും ചോദിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, ഈ ഒരു മാസം 2 മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യം. പല ആളുകൾക്കും ഇതൊരു സംശയമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം ആളുകളാണ് ഈ ഒരു മാസം 25-ാം തീയതിയൊക്കെ ആകുമ്പോൾ 2 മാസത്തെ തുക കിട്ടുമെന്ന് പറയുന്നു. ഇതിന്റെ പിന്നിലെ കാര്യം എന്താണ് ഇതിന്റെ ഒരു തുക വിതരണം, ഏത് ദിവസമായിരിക്കും തുക ലഭിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ ബന്ധപ്പെടുത്തിയുള്ള ഒരു വീഡിയോ ആണ് ഇത്. എല്ലാവരും വീഡിയോ ഒന്ന് പൂർണ്ണമായും കാണുക, ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ വരുമ്പോൾ കുടിശ്ശിക എപ്പോൾ വിതരണം ചെയ്യുമെന്നാണ് എല്ലാ ജനവിഭാഗം ആളുകൾക്കും അറിയേണ്ടത്. ഇതിന്റെ ഒരു കാരണമെന്ന് പറയുന്നത് 4 മാസത്തെ തുക ഇപ്പോഴും പെൻഡിങ് ആയിട്ട് കിടക്കുകയാണ്. മാത്രവുമല്ല, 1 മാസത്തെ തുക മാത്രമാണ് കഴിഞ്ഞ വർഷം കുടിശ്ശിക ഇനത്തിലുള്ളത് വിതരണം ചെയ്യുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് 2 മാസത്തെ വിതരണം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് 1 മാസത്തെ തുക മാത്രമായിട്ട് വിതരണം ചെയ്യുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് പല ആളുകൾക്കും ഇതൊരു സംശയമായിട്ട് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക, സാധാരണ രീതിയിൽ പെൻഷൻ തുകയുടെ വിതരണം 20-ാം തീയതി കഴിയുമ്പോൾ ഇത് DBT സെൽ അധികൃതരുമായി ബന്ധപ്പെട്ട നടപടി ഉണ്ടാകും. തുകയ്ക്ക് വേണ്ടി ഉള്ള വിതരണ നടപടികളൊക്കെ ആരംഭിക്കും. ധനവകുപ്പ് തുക DBT സെൽ അധികൃതർക്ക് കൈമാറുകയും അതിനുശേഷം ഒറ്റത്തവണയായി തുക എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൽ കൈകളിലേക്ക് തുക കിട്ടുന്ന ആളുകൾക്ക് അത് മാത്രം കുറച്ച് ഡിലേ ആകാറുണ്ട്. ഈ ഒരു മാസം 2 മാസത്തെ തുക കിട്ടുമോ എന്നുള്ള ഒരു സംശയമാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ ഒരു വർഷത്തിൽ 4 ഗഡു തുക കൂടുതലായിട്ട് നൽകേണ്ട സാഹചര്യമുണ്ട്. മനസ്സിലാക്കുക, ഈ ഒരു മാസം ഒരു മാസത്തെ തുക മാത്രം, അതായത് ജനുവരി മാസത്തെ തുക മാത്രമേ നമ്മുടെ കൈകളിലേക്ക് എത്താനുള്ള സാധ്യതയുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് ഏകദേശം 800 കോടി രൂപയ്ക്ക് മുകളിൽ സംസ്ഥാന സർക്കാർ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യം രൂപീകരിച്ച് കടമെടുത്തുകൊണ്ടും അതുപോലെ തന്നെ മറ്റ് രീതിയിൽ കടമെടുത്തുകൊണ്ടും ഒക്കെയാണ് ഈ ഒരു തുകയുടെ വിതരണം നടക്കുന്നത്. പക്ഷേ ഈ ഒരു മാസവും ഈ ഒരു ഒറ്റ മാസത്തെ തുക മാത്രമേ നിലവിലത്തെ സാഹചര്യത്തിൽ ലഭിക്കുകയുള്ളൂ എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മാത്രവുമല്ല, 3200 രൂപ കിട്ടുമെന്ന് പല ആളുകൾ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു വിതരണം ഉണ്ടാകില്ല. 3200 രൂപ കിട്ടില്ല. അതിനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം പണമില്ലാതെ എങ്ങനെ വിതരണം ചെയ്യുമെന്നുള്ളത് തീർച്ചയായിട്ടും മനസ്സിലാക്കണം. അതുപോലെ തന്നെ തുക കിട്ടുന്ന ഈ 1600 രൂപ കിട്ടുന്നത് തന്നെ വലിയ കാര്യമെന്നാണ് ഇപ്പോൾ സാഹചര്യത്തിൽ പറയാൻ സാധിക്കുക. കാരണം എല്ലാ രീതിയിലും വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു രീതിയിലാണ്, അല്ലെങ്കിൽ ജനങ്ങളുടെ കൈകളിലേക്ക് പോലും പണം എത്തിക്കാൻ സർക്കാരിന് സാധിക്കുന്നില്ല എന്നുള്ള ഒരു പോരായ്മ തന്നെയുണ്ട്. ഈ മാസം 20-ാം തീയതി കഴിയുമ്പോൾ തന്നെ, ഏകദേശം 25-ാം തീയതിയോടുകൂടി തന്നെ ഈ ഒരു ജനുവരി മാസത്തെ ക്ഷേമ പെൻഷൻ 1600 രൂപ നിങ്ങളുടെ കൈകളിലേക്ക് എത്തും. അതിനുശേഷം വിഷുവിനോടൊക്കെ അനുബന്ധിച്ച് 2 മാസത്തെ തുക ലഭിക്കാനുള്ള ഒരു സാഹചര്യം പ്രാഥമിക ഘട്ടത്തിൽ 2 മാസത്തെ തുക വിതരണം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. അതിനുശേഷം ഓണത്തിനും ക്രിസ്മസിനും ഒക്കെ ആയിട്ട് ഓണത്തിന് 2 മാസത്തെ കുടിശ്ശിക വിതരണം ചെയ്യുക. അതിനുശേഷം ക്രിസ്മസോടുകൂടി 1 മാസത്തെ കുടിശ്ശികയും കൂടെ ചെയ്ത് തീർത്ത് ഈ ഒരു വർഷത്തെ നടപടി പൂർത്തീകരിക്കുക എന്നുള്ളതായിരിക്കും സംസ്ഥാന സർക്കാർ നടപടി ഉണ്ടാകുക. മാത്രമല്ല, ഈ ഒരു പെൻഷൻ തുകയുടെ വർധനവ് ഈ വർഷത്തെ ബഡ്ജറ്റിൽ തന്നെ ഉണ്ടാകും. അല്ലെങ്കിൽ വർഷത്തിൽ ഈ ഒരു ബഡ്ജറ്റിൽ തന്നെ 1 മാസത്തെ തുക കൂടി കൂടുതലായിട്ട് വിതരണത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ ഒരു നടപടികളും നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. പണം വരുന്നതിനനുസരിച്ച് മാത്രമായിരിക്കും പെൻഷന്റെ വിതരണം ഉണ്ടാകുക. ഈ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. ഈ 2 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം വീഡിയോയ്ക്ക് താഴെ കമന്റ് ബോക്സിൽ. മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.